ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 21. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 21, 1976. നിങ്ങൾ ചെറിയവരായിരിക്കണം. ഫെബ്രുവരി 2, 1976, 91. വൈരുദ്ധ്യത്തിൻ്റെ അടയാളം. എൻ്റെ പുത്രന്മാരെ, നിങ്ങളെ ചിലർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ പരസ്യമായി വിമർശിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചഞ്ചലരാകരുത്. എന്നെ ഒഴിച്ച് യാതൊരു സൃഷ്ടിയെയും ആശ്രയിക്കുവാൻ നിങ്ങൾ പരിശീലിക്കുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയം ഇത് അനുവദിക്കുന്നു. പ്രിയസുതനെ, എൻ്റെ വിമല ഹൃദയത്തെ മാത്രം ആശ്രയിക്കുക. ശിശുവായ യേശു പിതാവിൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ കരങ്ങളാൽ സംഭവിക്കപ്പെടുന്ന സമയം സ്വയം സമർപ്പിച്ചതുപോലെ നിങ്ങളും എന്നാൽ വഹിക്കപ്പെടുന്നതിനായി എന്നെ അനുവദിക്കുക. ദേവാലയത്തിൽ കർത്താവിനെ എൻ്റെ മാതൃഹൃദയത്തിൽ സമർപ്പിക്കുന്നതിന് അവൻ തന്നെ കാഴ്ചവെച്ചു. അവനെ പുരോഹിതൻ്റെ കൈകളിൽ ഞാൻ വെച്ചുകൊടുത്ത സമയത്ത് വൃദ്ധനായ ശിമയോൻ പ്രവാചകൻ വെളിപ്പെടുത്തി, ശിശുവിൻ്റെ അമ്മ ഈ സമർപ്പണത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന്. അവൻ വൈരുദ്ധ്യത്തിൻ്റെ അടയാളമായിരിക്കും. ഓ അമ്മേ, ഒരു വാൾ നിൻ്റെ ആത്മാവിൽ തുളച്ചു കയറും. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമായ എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളും ഈ വൈരുദ്ധ്യത്തിൻ്റെ അടയാളങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്താൽ, അതെ, നിങ്ങളുടെ ജീവിതം ലളിതവും കേവലവുമായ ഒരു സജീവ സുവിശേഷമായിരിക്കും. ഇന്ന് എൻ്റെ മകൻ യേശുവിൻ്റെ സുവിശേഷത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നു. സഭയിൽ പോലും അത് മാനുഷികവും പ്രതീകാത്മകവുമായി മാത്രം വ്യാഖ്യാനിക്കപ്പെടുന്നു. നിങ്ങൾ സുവിശേഷം അക്ഷരാർത്ഥത്തിൽ ജീവിക്കണം. നിങ്ങൾ ദരിദ്രരും ലളിതമനസ്കരും ശുദ്ധത പാലിക്കുന്നവരും മുഴുവനായി ദൈവപിതാവിന് അർപ്പിക്കുന്നവരുമായിരിക്കണം. നിങ്ങളുടെ വാക്കുകളാൽ എൻ്റെ മകൻ യേശു നിങ്ങൾക്ക് വെളിപ്പെടുത്തിയ സത്യം പൂർവാധികം ശബ്ദത്തോടും വ്യക്തതയോടും കൂടി ആവർത്തിക്കണം. കൂടുതൽ ആളുകൾ ശരിയായി മനസ്സിലാക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും വേണ്ടി എന്ന മിഥ്യാധാരണയാൽ പ്രചോദിപ്പിക്കപ്പെട്ട് ലോകത്തിൻ്റെ മനസ്ഥിതിക്ക് തങ്ങളെ തന്നെ അനുരൂപമാക്കുന്നതിന് നിൻ്റെ സഹോദരിൽ എത്ര പേർ ശ്രമിക്കുന്നുവെന്ന് നീ കാണുന്നില്ലേ? ഇതിനേക്കാൾ അപകടകരമായ ഒരു മിഥ്യാപ്രതീതി വേറെയില്ല. എപ്പോഴും വിശ്വസ്തയോടും വ്യക്തതയോടും കൂടി സുവിശേഷം പ്രസംഗിക്കുക. നിൻ്റെ സംസാരം അതെ അതെ, അല്ല അല്ല എന്നായിരിക്കട്ടെ. മറ്റുള്ളവയെല്ലാം അശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയത്രേ. ആകയാൽ സഭയിൽ നിന്ന് വിധേയത്വത്തോടുകൂടി മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനും അവളാൽ നയിക്കപ്പെടുന്നതിനും നിങ്ങൾ സമ്മതിക്കുക. ഈ സത്യം ഇപ്പോൾ മാർപ്പാപ്പ എത്ര ശക്തിമത്തായി പ്രഖ്യാപിക്കുന്നുവെന്നും എന്നാൽ അത് എത്ര അധികമായി ഫലശൂന്യമായ മണ്ണിലാണ് പതിക്കുന്നതെന്നും കാണുക. പരിശുദ്ധ പിതാവ്, എൻ്റെ പുത്രന്മാരിൽ പ്രഥമജാതനായ അദ്ദേഹം തൻ്റെ സഹോദര വൈദികരാൽ പോലും ഉപേക്ഷിക്കപ്പെട്ട് കൂടുതൽ ഏകാഗിയായി തീരുന്ന കാഴ്ച എൻ്റെ മാതൃഹൃദയത്തെ വീണ്ടും കുത്തിമുറിപ്പെടുത്തുന്നു. വഴിതെറ്റിപ്പോയ എൻ്റെ പാവപ്പെട്ട മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ വികാരി ഇന്നും ദാർഢ്യത്തോടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ ലോകമെങ്ങും പരസ്യപ്പെടുത്തുന്ന സ്വരം എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിതരായ വൈദികരെ, നിങ്ങളായിരിക്കണം. നിങ്ങൾ നൽകുന്ന സാക്ഷ്യം വഴി നിങ്ങളുടെ സാക്ഷ്യം തിരുസഭയ്ക്കാഗമനം ഒരു ദീപവും മാതൃകയുമായിരിക്കണം. ദൈവപിതാവ് നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ നൽകുന്ന സാക്ഷ്യം ഉപരി വേദനാജനകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമായിരിക്കണമത്രേ. എൻ്റെ പുത്രന്മാരെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ നിങ്ങളെ നയിക്കുന്ന വഴി കുരിശിൻ്റെ വഴിയാണ്. നിങ്ങൾ പൂർവാധികം തെറ്റിദ്ധാരണകളുടെയും വിമർശനത്തിൻ്റെയും പീഡനങ്ങളുടെയും വിഷയമാകുന്നുവെങ്കിൽ ഭയപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടത് ആവശ്യകരമാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പുത്രൻ യേശുവിനെ പോലെ നിങ്ങളും ഇന്ന് വൈരുദ്ധ്യത്തിൻ്റെ അടയാളമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്ര കൂടുതലായി അനുധാവനം ചെയ്യപ്പെടുന്നുവോ അത്ര കൂടുതലായി നിങ്ങൾ പരിത്യക്തരും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും.
അവർ നിങ്ങളുടെ വ്യക്തിത്വത്തെയോ എൻ്റെ പ്രസ്ഥാനത്തെയോ ആക്രമിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ടും മൗനം കൊണ്ടും മാപ്പുകൊണ്ടും അവർക്ക് പ്രത്യുത്തരമേകുക. എൻ്റെ പുത്രൻ യേശുവും ഞാനും സഭയും സുവിശേഷവും ആക്രമിക്കപ്പെടുമ്പോൾ പരസ്യമായി പടപൊരുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെടും. അപ്പോൾ മാത്രം ഞാൻ നിങ്ങളെ കൈക്ക് പിടിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് മാത്രം അവസാനത്തെ പരസ്യസാക്ഷ്യം നൽകുന്നതിന് നിങ്ങൾ രംഗത്തിറങ്ങണം. തൽക്കാലത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മാതൃഹൃദയത്തിന് തങ്ങളെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ലളിതമായ ജീവിതം തുടരുക. ഫെബ്രുവരി 11, 1976 ലൂർദ് മാതാവിൻ്റെ തിരുനാൾ. 92. നിങ്ങളുടെ ശുദ്ധതയുടെ സുഗന്ധം. എൻ്റെ പ്രിയപുത്രന്മാരെ, ഇന്ന് നിങ്ങളുടെ ശുദ്ധതയുടെ പരിമളം ഞാൻ സന്തോഷം സ്വീകരിക്കുകയും അത് പരിഹാരത്തിൻ്റെ അടയാളമായി ദൈവത്തിന് നൽകുന്നതിന് വേണ്ടി എൻ്റെ മാതൃഹൃദയത്തിൽ വയ്ക്കുകയും ചെയ്യുന്നു. എത്ര വലിയ മലിനത ഈ പാവപ്പെട്ട മനുഷ്യവർഗത്തെ മുക്കിക്കളയുന്നു. പാപത്തിൽ നിന്ന് തന്നെ വിമുക്തമാക്കുന്നതിന് അവളെ ഉത്തേജിപ്പിക്കുക. വരിക, ഞാൻ തരുന്ന ഈ ജലത്തിൽ നിന്ന് കുടിക്കുക. വരിക, നീരുറവയിൽ നിങ്ങൾ കഴുകുക. ഈ മാലിന്യം സർവത്ര പടർന്നു പിടിക്കുകയും അസംഖ്യം ആത്മാക്കളെ മരണത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അനുദിനം എൻ്റെ എത്രയെത്ര പാവപ്പെട്ട മക്കളാണ് അശുദ്ധിയിൽ മലിനമാകുന്നതെന്ന് നീ കാണുക. എൻ്റെ പാവപ്പെട്ട വൈദിക പുത്രന്മാരിൽ എത്ര പേർക്ക് ഈ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? അമലോത്ഭവയായവൾ ഞാനാണ്. ഞാൻ പരിശുദ്ധയാണ്. എൻ്റെ വിമല ഹൃദയത്തിൽ ആശ്രയം തേടുക. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഈ അശുദ്ധതയിൽ എത്രയധികം മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സ്വർഗീയ പരിമളം മാത്രം ശ്വസിക്കുക. ഭൂമിയിലെ എൻ്റെ സ്വർഗം എൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച എൻ്റെ പുത്രന്മാരെ, നിങ്ങളിലുണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നിങ്ങളിൽ എൻ്റെ പ്രകാശം പ്രതിബിംബിക്കുന്നു. ഈ ദൃശ്യം നിങ്ങളുടെ അനേകം ആത്മാക്കൾ എൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടും. അവർ എൻ്റെ പുണ്യത്തിൻ്റെ സുരഭിലത എങ്ങും വ്യാപിപ്പിക്കുകയും ചെയ്യും. ധാർമ്മിക സമരത്തിൻ്റെ പ്രവാഹം തിരിച്ചുവിടുന്നതിനുള്ള അടയാളം മാർപ്പാപ്പ നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തെ കേൾക്കുക, അദ്ദേഹത്തെ സംരക്ഷിക്കുക, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് നേരെ ചെയ്ത ആക്രമണവും അദ്ദേഹത്തിനെതിരെ തുരുതുരെ തൊടുത്തുവിടുന്ന അസഭ്യങ്ങളും എൻ്റെ മാതൃഹൃദയത്തെ ആഴമായി വേദനപ്പെടുത്തുന്നു. മലിനതയുടെ പ്രവാഹം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ എത്തിയിരിക്കുകയാണ്. അതിനാൽ മാലാഖ സദൃശനായ ഈ അജപാലകൻ്റെ ശാന്തശീലനും ഭൂമിയിലെ ക്രിസ്തുവുമായ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾക്ക് രക്ഷാതീരം നിങ്ങൾ സജ്ജമാക്കുക. നിങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ട എൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ മൂലം മാർപ്പാപ്പയ്ക്ക് നേർക്ക് അഴിച്ചുവിട്ട ഈ വിപ്ലവത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പൈശാചിക തിരമാല അദ്ദേഹത്തിൻ്റെ പാദത്തിങ്കൽ അവസാനിക്കും. നിരപരാധിയായ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം കളങ്കമില്ലാത്തതാണെന്ന് എല്ലാവർക്കും വെളിപ്പെടും. മാർച്ച് 7, 1976 നോയമ്പിലെ ആദ്യ ഞായർ. 93. ഉത്തമന്മാരായ ആശ്വാസകർ. എൻ്റെ പുത്രന്മാരെ, നിങ്ങൾ എൻ്റെ മകൻ യേശുവിൻ്റെ ഏറ്റവും ഉത്തമന്മാരായ ആശ്വാസകരാകുവിൻ. ഈ ദിവ്യവിലാപം ഇക്കാലത്തെ പോലെ ഇത്ര നിരന്തരമായി മുൻപൊരിക്കലും ആവർത്തിക്കപ്പെട്ടിട്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. എൻ്റെ ദിവ്യസുതൻ്റെ സ്വഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നു? യേശു ദൈവമാണ്, എന്നാൽ അവിടുന്ന് മനുഷ്യൻ കൂടി അത്രേ. പരിപൂർണ മനുഷ്യനാണവൻ. അവൻ്റെ ഹൃദയം ദൈവികവും മാനുഷികവുമായ സ്നേഹത്താൽ സ്പന്ദിക്കുന്നു. അവനിൽ സ്നേഹത്തിൻ്റെ എല്ലാ പൂർണ്ണതയുമുണ്ട്. അവൻ്റെ ഹൃദയമാണ് ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത്, ഏറ്റവും അധികം സഹിച്ചത്. അതത്രേ സ്നേഹത്തിൻ്റെ മൃദുലതയാലും സ്നേഹപ്രകടനങ്ങളാലും വികാരതരളിതമാകുന്നത്. അതുപോലെ തന്നെ നിന്ദനങ്ങളും അവഹേളനങ്ങളും ഏറ്റവും കൂടുതൽ വിധേയമാകുന്നതും ആ ഹൃദയം തന്നെ. ഇപ്പോൾ എൻ്റെ ദിവ്യസുതൻ്റെ ഹൃദയം മനുഷ്യരുടെ കൃതജ്ഞതയാകുന്ന ഘോരസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ തോന്നുന്നു. ആ ഹൃദയം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു! നിങ്ങളോടുള്ള സ്നേഹത്താൽ അത് ഇടതടവില്ലാതെ ഇപ്പോഴും സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന് പീഡനങ്ങളും പാപങ്ങളും മാത്രമേ ലഭിക്കുന്നുള്ളൂ. അവൻ ദൈവപിതാവിൻ്റെ രഹസ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നിങ്ങളെ അവൻ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ മനുഷ്യവർഗം ദൈവത്തെ നിഷേധിച്ച് പറയുന്നതിനാൽ അവിടുത്തേക്കെതിരായി അത് വിപ്ലവ കാഹളം മുഴക്കുകയാണ്. നിരീശ്വര പ്രളയമാകുന്ന കൂർത്ത മുള്ള്
ഇപ്പോൾ എൻ്റെ മകൻ യേശുവിൻ്റെ ഹൃദയത്തിൽ അവിരാമം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഓ വൈദികരെ, വിശേഷാനുഗ്രഹം സിദ്ധിച്ചവരാണ് നിങ്ങൾ. എന്തെന്നാൽ എൻ്റെ പുത്രൻ യേശുവിൻ്റെ അവികലമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വേദനാജനകവും ഏറ്റവും സ്നേഹനിർഭരവുമായ ഫലം നിങ്ങളത്രേ. ദൈവിക പദ്ധതി നിങ്ങളെ അവൻ്റെ ശുശ്രൂഷകരും അപ്പോസ്തോലന്മാരും ആശ്വാസകരും ആക്കുന്നതിന് വിളിച്ചു. പിന്നെ എന്തുകൊണ്ട് ഇന്ന് നിങ്ങളിൽ അനേകം പേർ അവനെ ഒറ്റുകൊടുക്കുന്നത്? നിങ്ങളിൽ വളരെ പേർ ഇന്ന് വീണ്ടും ഉറങ്ങുന്നത് എന്തുകൊണ്ട്? നിങ്ങളെ പിടികൂടും തോറും നിങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്നതിനും നിങ്ങളെ തന്നെ ഉണ്ടാക്കി കൊടുത്തതുമായ ഒരു ഉപാധിയാണ് ആ ഉറക്കം. ലോകത്തിന് നിങ്ങൾ അനുരൂപരാകുന്നതിനും അതിന് നിങ്ങളെ ഇഷ്ടപ്പെട്ടവരും സ്വീകാര്യരും മനസ്സിലാക്കാൻ കഴിയുന്നവനും ആക്കുന്നതിന് നിങ്ങൾ അവലംബിക്കുന്ന ഉപകരണമത്രേ ആ നിദ്ര. നിങ്ങളെ മനുഷ്യസഹജമായി ഭാരപ്പെടുത്തി താഴ്ത്തുന്ന എന്തും ആ ഉറക്കമാണ്. കാവലിരിക്കുന്നതിന് വേണ്ടി വീണ്ടും സന്നദ്ധരാകുന്ന എൻ്റെ പുത്രർ ഇന്നെവിടെ? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. മരണവേദനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എൻ്റെ സഭയുടെ ഈ സഹനത്തിൻ്റെ വിനാഴിക ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ദുർബലമത്രേ. എൻ്റെ പ്രിയ സുതരേ, ഞാൻ നിങ്ങളെ ഇപ്പോഴും വിളിക്കുകയാണ്. പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിൽ സംരക്ഷിക്കും. ഒരമ്മയ്ക്ക് സ്വപുത്രൻ്റെ പരിതാപകരമായ പരിത്യക്താവസ്ഥയിലും ആഴമായ ദുഃഖത്തിലും നിസ്സംഗത പാലിക്കുവാൻ സാധിക്കുമോ? ആകയാൽ എൻ്റെ കർത്തവ്യം സർവോപരി അവനെ ആശ്വസിപ്പിക്കുകയാണെന്ന് ഗ്രഹിക്കുക. ഇക്കാരണത്താൽ എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഏറ്റവും ഉത്തമരായ ആശ്വാസകരാകേണ്ടതിന് നിങ്ങളെല്ലാം സ്വമേധയാ എൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മാർച്ച് 25, 1976 മംഗളവാർത്ത തിരുനാൾ. 94 യേശുവിൻ്റെയും നിങ്ങളുടെയും അമ്മ. എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട വൈദികരെ, എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളെക്കൊണ്ടുള്ള ആവശ്യം ഇതാണ്. എൻ്റെ പുത്രൻ യേശുവിൻ്റെ ഉത്തമരായ ആശ്വാസകർ ആകുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം എന്നിൽ നിഴലിച്ച ആ സമയത്ത് കർത്താവിൻ്റെ തിരുചിത്തത്തിന് അതെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിതാവിൻ്റെ വചനം, ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആൾ, ഒരു മാതാവിൻ്റെ സഹകരണം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ പരിപാവനമായ ഉദരത്തിൽ ഇറങ്ങി വന്നു. അവിടുന്ന് എന്നിൽ നിന്ന് എൻ്റെ മനുഷ്യപ്രകൃതി സ്വീകരിക്കുകയും അങ്ങനെ എൻ്റെ സുതൻ യേശുവിൻ്റെ ദൈവിക വ്യക്തിത്വത്തിൽ മനുഷ്യനായി ഭവിക്കുകയും ചെയ്തു. താൻ സൃഷ്ടിച്ച ഒരു മനുഷ്യനിൽ ദൈവം തന്നെ പൂർണ്ണമായി കൈയാളിയെന്ന് നീ കാണുന്നുവോ? ഇതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സ്നേഹമെന്ന നിഗൂഢ രഹസ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിലേക്ക് താഴ്ന്നു വരുന്നതിന് അവിടുത്തെ പ്രേരിപ്പിച്ചത് എൻ്റെ നിസ്സാരതയെപ്പറ്റിയുള്ള ദാരിദ്ര്യത്തെപ്പറ്റിയും എനിക്കുണ്ടായിരുന്ന ആഴമായ അവബോധവും കർത്താവിൻ്റെ തിരുച്ചിത്തം നിറവേറ്റുന്നതിന് ഞാൻ പ്രദർശിപ്പിച്ച സന്നദ്ധതയുമാണ്. നിങ്ങളുടെ പക്കൽ വരുന്നതിന് ദൈവത്തിന് വേറെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കാമായിരുന്നു. എന്നാൽ ഞാനാകുന്ന മാർഗം തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ആകയാൽ ദൈവത്തെ പ്രാപിക്കാൻ ഇപ്പോൾ ആ മാർഗം തന്നെ ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ അമ്മ. പുത്രന്മാരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം നിങ്ങളുടെ നിരുപാധികമായ അതേ ആണ്. നിങ്ങൾ ഇപ്രകാരം പറയുന്നത് എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ നടത്തിയ ആത്മപ്രതിഷ്ഠയാലത്രേ. രണ്ടാമതായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് പരമമായ വിശ്വാസത്തോടും പരിപൂർണമായ ആത്മപരിത്യക്തതയോടും കൂടെ നിങ്ങൾ ആത്മാർപ്പണം ചെയ്യുക എന്നതാകുന്നു. നിങ്ങളുടെ അതേയും നിങ്ങളുടെ സമ്പൂർണ്ണ ലഭ്യതയും വഴി നിങ്ങളുടെ അമ്മയായ എനിക്ക് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് കഴിയുന്നു. അതിമഹത്തായ സ്നേഹത്തോടെ വചനത്തിൻ്റെ മനുഷ്യപ്രകൃതിക്ക് ഞാൻ രൂപം കൊടുത്തതുപോലെ എൻ്റെ മക്കളെ, ദൈവപിതാവ് നിങ്ങൾ ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന ഛായയോടും നിങ്ങളെ ഉപരി അനുരൂപരാക്കുന്നതിന് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് രൂപീകരണം നൽകുക. ഞാൻ ദൈവത്തിൻ്റെ അമ്മയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ മനുഷ്യർക്ക് നൽകുന്നതിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളുടെ അമ്മയാണ്. തന്മൂലം എൻ്റെ പുത്രനാൽ പരിത്രാണം ചെയ്യപ്പെടുകയും അവൻ എന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളെല്ലാവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കടമ എനിക്കുണ്ട്. ആകയാൽ ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. വചനത്തിൻ്റെ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തിൽ സ്വർഗം മുഴുവനും ഇന്ന് ആനന്ദത്തിൽ ആറാടുമെന്നതുപോലെ നിങ്ങളുടെ അമ്മയുടെ സ്നേഹത്തിൻ്റെ രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളും സന്തോഷിക്കണം. സ്നേഹത്തിൻ്റെ ഈ രഹസ്യം ഗ്രഹിക്കുന്നതിനുള്ള വരം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടില്ല. ഹൃദയശുദ്ധിയുള്ളവർക്കും ലളിതമാനസർക്കും ശിശുക്കൾക്കും പാവപ്പെട്ടവർക്കും മാത്രമേ അത് നൽകപ്പെട്ടിട്ടുള്ളൂ.
പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്രയും ദിവസങ്ങളിലൂടെ കർത്താവിൻ്റെ കരുണ നമ്മളെ കൈപിടിച്ച് നടത്തുകയുണ്ടായി. അതിനെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്ഥിരമായ സാന്നിധ്യവും അമ്മയുടെ സാമീപ്യവും നമ്മെ ഓരോരുത്തരും തൻ്റെ പുത്രനായ യേശുവിലേക്ക് നയിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന.